പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇനി ഈ റിസൾട്ടിന് 4-ാം തീയതി വരെ നോക്കിയിരിക്കണം. നമുക്കെല്ലാം അറിയാം, അതുവരെ ഇങ്ങനെ പല പല ചർച്ചകൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുമായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്തായിരിക്കും, തുടർന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്തായിരിക്കും. കാര്യം നമുക്ക് പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അനുഭവം മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന് ആവശ്യമാണ്. ഇപ്പോൾ പിണറായി ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞത്. നമ്മളെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഒരു ആവശ്യമാണ്. പക്ഷെങ്കിൽ അവർ മിക്കവാറും ഇത് തോറ്റു കഴിഞ്ഞാൽ ഇതോടുകൂടി കേരളത്തിലാണ് ജനാധിപത്യപരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യം വന്നത്. ഇവിടം കൊണ്ട് മിക്കവാറും അത് അവസാനിക്കും. അതിൻ്റെ കാരണം പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ ലാസ്റ്റിൽ വന്നു എന്നുള്ളതാണ്. പ്രകാശ് കാരാട്ട് മുതലാണ് ഈ ഹർകിഷൻ സിംഗ്, സുർജിത്തൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയം ഒക്കെ ഇടപെടുന്ന പാർട്ടിയായിരുന്നു. പ്രകാശ് കാരാട്ടായി കഴിഞ്ഞപ്പോഴത്തേന് 54 സീറ്റ് അന്നുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ AK ഗോപാൽ ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്ന് 50 സീറ്റായിരുന്നു. അത് കഴിഞ്ഞ് 54 സീറ്റ് ഉള്ളപ്പോഴാണ് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി. അന്ന് UPA മന്ത്രിസഭയെ പിന്തുണച്ച് മൻമോഹൻ സിംഗ് മന്ത്രിസഭയെ പിന്തുണച്ച് ഏതാണ്ട് അമേരിക്കയുമായിട്ടൊരു ആണവ കരാർ ഒപ്പിട്ടെന്നും പറഞ്ഞ് ആ മന്ത്രിസഭയുടെ സപ്പോർട്ട് ഇവർ പിൻവലിച്ചു. അതോടുകൂടി ഇവരുടെ അധപ്പതനം തുടങ്ങി. അപ്പം ബുദ്ധിയില്ലാത്ത നേതാക്കന്മാർ, രാഷ്ട്രീയത്തിലെന്ന് പറഞ്ഞാൽ ബുദ്ധി കൂടെ വേണം. ആ പ്രകാശ് കാരാട്ടാണ് ഇതിൻ്റെ അധപ്പതനത്തിൻ്റെ തുടക്കം. പിന്നെ ഒന്നും ചെയ്യാനൊക്കാതെ വന്നു. പിന്നീട് വന്ന നമ്മുടെ സീതാറാം യെച്ചൂരിക്ക്, അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാനൊക്കാതെ വന്നു, അത് പതിച്ചു പോയി. പിന്നെ ഇങ്ങോട്ട് വന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് 3 സീറ്റോ മറ്റേ ഉള്ളൂ പാർലമെൻറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. അപ്പം അധപ്പതനത്തിൻ്റെ കാരണം പിണറായി വിജയൻ മാത്രമല്ല, ഇവരെല്ലാമാണ്. പിന്നെ ഇപ്പം പിണറായി വിജയൻ ഈ കേരളത്തിൽ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ പോളിറ്റ് ബ്യൂറോ കൂടാനും അവിടെ ചായ കുടിക്കാനൊക്കെ പൈസ കിട്ടുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ പിണറായി വിജയനെ സ്തുതിക്കാൻ പാടുന്നു. പക്ഷേ ഇത് നശിപ്പിച്ചത് ഈ പാർട്ടിയുടെ നശിപ്പിച്ച ഈ നേതാക്കന്മാരാണ്. അതിലേറ്റവും വലിയ ഒരു നേതാവ് പ്രകാശ് കാരാട്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.